ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭി ചെന്ന് ഈ നാഗേന്ദ്രനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആ അനഘയെയും കുഞ്ഞിനെയും കൊണ്ട് അതെ ആ നയനയും ആദർശും വീട്ടിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അവരവിടെ താമസിക്കും അച്ഛാ, ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, എടാ അങ്ങനെ ഒരു പരിപാടി അവർ ചെയ്തോ? പക്ഷെ ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോടാ, നിന്നെ തകർക്കാൻ വേണ്ടി തന്നെയാണ് അവരെയും കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അതെ അച്ഛാ അവരതിനുള്ള പുറപ്പാട് തന്നെയാണ്. ഇനി അവരെങ്ങനെ ഓടിക്കുമെന്ന് പോലും അറിയില്ല. എടാ നീ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആവാതിരിക്കുക. ഏതായാലും ഞാനുണ്ടല്ലോ, എന്താ വേണ്ടത് ഏതാ വേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിന്നെ അങ്ങനെ വെറുതെ ഞാൻ കൈവിട്ട് കളയില്ലടാ, നീ പേടിക്കാതിരിക്കുക. പക്ഷേ നവ്യയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് എതിർത്ത് നോക്കി അവരെങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനായിട്ട്. പക്ഷേ നവ്യയുടെ വാക്കുമല്ല അവർ കേൾക്കോ? അവരാണെങ്കിൽ എന്നെ തകർക്കാൻ വേണ്ടി തന്നെ നടക്കുകയല്ലേ അച്ഛാ. അപ്പോൾ അവരവരുടെ വാക്കൊന്നും കേൾക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, എടാ നീ നവ്യ എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിന്നോ. പക്ഷേ നവ്യ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മോനെ നിനക്ക് പിന്നെ രക്ഷയില്ല. നവ്യ നിന്നെ കൊന്നുകളയും. അതേ അച്ഛാ, അവളെന്നെ കൊല്ലു അച്ഛാ, അവൾ സത്യങ്ങളെല്ലാം അറിയാൻ പാടില്ല അച്ഛാ, ഈ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ അച്ഛാ എന്നൊക്കെ പറയുമ്പോൾ, നിൻ്റെ അമ്മയും ആൾ ശരിയല്ല. നിൻ്റെ അമ്മയെ ഒന്ന് സൂക്ഷിച്ചു വെച്ചോ. ചിലപ്പോൾ നിന്നോടുള്ള ദേഷ്യം കാരണം നിൻ്റെ അമ്മ നവ്യയോട് പറയാനും ചാൻസ് ഉണ്ട്. അച്ഛൻ എനിക്കതാ മനസ്സിലാവാത്തത്. അച്ഛനെ കാണാൻ വരരുതെന്ന് പറഞ്ഞ അമ്മ ഒരേ വാശിയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. അതായത് ജലജയുടെ ഭാഗത്ത് വലിയൊരു തെറ്റുണ്ട്. ആ തെറ്റ് ഞാൻ നിന്നോട് പറയുന്നുള്ളൊരു പേടിയാണ് അവൾക്ക്. അതാണ് അവൾ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത്. നിന്റെ അമ്മ ചെയ്ത തെറ്റ് നീ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ നീ കാർക്കിച്ചു തുപ്പും. അതേപോലെ ആയിരിക്കുള്ളൂ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അഭിയാകെ അന്തിച്ച് നിൽക്കുകയാണ്. അതെന്താണ് അച്ഛൻ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചാണ് അഭി അങ്ങ് നിൽക്കുന്നത്. അപ്പം അച്ഛൻ ഇതിനിപ്പോൾ ഒരു സൊല്യൂഷൻ പറഞ്ഞ അച്ഛാ, ആ അനഘയെയും കുഞ്ഞിനെയും എങ്ങനെയും പറഞ്ഞു വിടണം. എടാ നവ്യയെയും അനഘയെയും നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കും ഒഴിഞ്ഞു പോകണം. പക്ഷേ ആ കുഞ്ഞുങ്ങൾ അച്ഛൻ എന്തിനാ അച്ഛാ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാച്ചാ എന്ന് പറഞ്ഞപ്പോഴേക്കും, എടാ ഈ കുഞ്ഞുങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അവരെന്ത് തെറ്റ് ചെയ്തടാ? നിന്റെ കുഞ്ഞുങ്ങളാണ്, രണ്ടുപേരും നിന്റെ കുഞ്ഞുങ്ങളാണ്. ഒന്ന് അനഘയ്ക്കുണ്ടായതും ഒന്ന് നവ്യക്കുണ്ടായതും. രണ്ട് കുഞ്ഞുങ്ങളും നിന്റെ കുഞ്ഞുങ്ങളാ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. കുഞ്ഞുങ്ങളെ തള്ളിക്കളയാൻ പാടില്ല. നവ്യയും അനഘയെയും ഒഴിവാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതാണ് വേണ്ടതെന്ന് പറയണം അച്ഛാ. അത് അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കി കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാ എന്ന് പറയുമ്പോൾ, എന്തിനാണ് പേടിക്കുന്നത്? എടാ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ പുറത്ത് തന്നെയുണ്ട്. നല്ല വീടും സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടുകൾ ഞാനൊപ്പിച്ച് തരും. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട അഭി. അച്ഛാ എന്നാൽ എനിക്ക് പേടിയാവുന്ന വെച്ചാൽ നീ എങ്ങനെയെങ്കിലും അനഘയെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള പരിപാടി എന്തെങ്കിലും ആലോചിക്കുക. അതായിരിക്കുള്ളൂ നിനക്ക് ബെറ്റർ എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ ഒരു സംസാരം അവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യ നേരെ അനഘയുടെ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനഘയ്ക്ക് ചെറിയൊരു പേടി. അപ്പം അനഘയോട് പറയണം, പേടിക്കണ്ട കേട്ടോ, ഞാൻ നിൻ്റെ ശത്രുപക്ഷത്തല്ല. ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ നിന്നെ കൊല്ലാൻ വേണ്ടി ഒരു നേഴ്സ് അവിടെ ഏർപ്പാട് ചെയ്തില്ലായിരുന്നോ? ആ വിവരമെല്ലാം അറിയിച്ചത് ഞാൻ ആദർശേട്ടനെ. അഭിയെ തകർക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ സത്യം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അനഘെ. അതിനെ തുടർന്ന് എനിക്ക് അവനോട് ദേഷ്യമാണ്. അതുകൊണ്ട് അവനെ ഇല്ലാതാക്കുക, അതുമാത്രമാണ് ഇനി എൻ്റെ ലക്ഷ്യം. ഞാനിപ്പോൾ നിൻ്റെ ഒപ്പവും നയനയുടെ ഒപ്പവും ആദർശേട്ടൻ്റെ ഒപ്പമൊക്കെയാണ് ഞാൻ കൂടെ നിൽക്കുന്നത്. ഒരു കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നടാ ജലജയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഒന്ന് പേടിച്ചു പോയി. നവ്യാണെങ്കിൽ ഉടനെ തന്നെ എടി നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പൊയ്ക്കോളാം. നീ എന്തിനാണ് ഈ കുടുംബത്തിലേക്ക് കയറി വന്നത്? നിനക്ക് എന്ത് അധികാരം ഉണ്ടേ? എന്നെയും എൻ്റെ ഈ ഭർത്താവിനെയും തകർക്കാൻ വേണ്ടിയില്ലേ നീ ഇങ്ങോട്ട് കയറി വന്നത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യയുടെ ഒരു നാടകം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ജലജയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുക. അപ്പോൾ ജലജ അങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു കൊടുക്കുക അവളോട്. അങ്ങനെ കേട്ടില്ലേടി, എൻ്റെ നവ്യമോള് പറഞ്ഞത് കേട്ടില്ലേ? എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങി പൊയ്ക്കോളാം, അല്ലെങ്കിലേ നീയും നിൻ്റെ കുഞ്ഞും ജീവനോടെ ഇരിക്കില്ല എന്ന് ജലജ അങ്ങനെ അനഘയുടെ ഇതിൽ ഭീഷണി മുഴുക്കുക. അപ്പോൾ ഇതെല്ലാം കേട്ട നവ്യാണെങ്കിൽ, അതെ ജീവനോടെ ഇരിക്കുന്നത് ആരാണ് എന്താണെന്നൊക്കെ കണ്ടറിയാൻ തള്ളേ, നിങ്ങളെയും നിങ്ങളുടെ മകനെ ആയിരിക്കുള്ളൂ ഇവിടെ നാട്ടിൽ പുറത്താക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് നമ്മുടെ അഭി വരിക. അപ്പോൾ അഭി വന്നു കഴിഞ്ഞപ്പോഴേക്കും ജലജ ചോദിക്കണം, നീ ഇതെവിടെ പോയി കിടക്കാറുണ്ടടാ? നീ എവിടെയാണ് പോയി? നിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി പോയതാണോടാ നീ എന്ന് ചോദിക്കുമ്പോൾ, തുടങ്ങി
എനിക്കെന്താ പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ലേ? ഞാൻ പുറത്തോട്ട് ഇറങ്ങി അപ്പം ചോദിക്കും അച്ഛനെ കാണാൻ പോയതാണ്, അച്ഛനെ കാണാൻ വേണ്ടി പോയതാണെന്ന്. എന്താ പുറത്ത് അച്ഛൻ മാത്രമേ ഉള്ളൂ? വേറെ ആരും ഇല്ലേ? എനിക്കെന്താ വേറെ ആരെയും കാണാൻ പോകാനുള്ള സ്വാതന്ത്ര്യമില്ലേ? എടാ, നീ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ദുഷ്ടനെ കാണാൻ പോവുകയാണെന്ന് എനിക്കറിയാടാ. പക്ഷേ അഭി, നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ അച്ഛനെ കാണാൻ പോകുന്നതാണെന്ന് ഞാൻ ഇനി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ വെച്ചേക്കില്ല ഞാൻ. അയാളുടെ എല്ലാ ബന്ധങ്ങളും നീ അവസാനിപ്പിച്ചോളണം. എൻ്റെ അമ്മേ, അതെ, അനന്തപുരിക്കാരോട് നമുക്ക് മത്സരിക്കണമെങ്കിൽ അച്ഛനെ പോലുള്ള കോടീശ്വരന്മാരൊക്കെ പുറത്തുള്ളത് നല്ല കാര്യമാണ്. എന്നാലല്ലേ അനന്തപുരിക്കാരെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. നിർത്തടാ. അനന്തപുരിക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി നീ നിന്റെ അച്ഛൻ്റെ ഒപ്പം കൂട്ടുകൂടും അല്ലേ? എങ്കിൽ നീ ഓർത്തോടാ, അങ്ങനെ ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ശത്രുപക്ഷത്തായിരിക്കുള്ളൂ ഞാനും. അനഘയുടെ കൂടെ കുഞ്ഞിൻ്റെ ഒപ്പം ഞാനും കൂടും. എന്നിട്ട് നിനക്കെതിരെ ഞാൻ പൊരുതും. അമ്മേ, അത് തന്നെ ചെയ്യുക. എന്നിട്ട് നവ്യയോട് സത്യങ്ങളെല്ലാം തുറന്നു പറ. അവൾ എന്നെ കഴിഞ്ഞാഴ്ച കൊല്ലട്ടെ. അതായിരിക്കും അവൾ സംഭവിക്കാനായിട്ട് പോകുന്നത്. എന്നെ ജീവിക്കാനായിട്ട് നിങ്ങളാരും അനുവദിക്കില്ലല്ലോ. അത് എനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. നിങ്ങൾ അതല്ല അതിനപ്പുറവും ചെയ്യും. ദൈവമേ, ഏത് സമയത്താണാവോ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് തോന്നിയത്? എൻ്റെ മരണം കണ്ടിട്ടേ നിങ്ങൾ അടങ്ങുള്ളെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അഭി പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ജലജയ്ക്ക് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടെൻഷൻ ആവുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ നവ്യയെ കാണിക്കുകയാണ്. അപ്പോൾ നവ്യ അവിടെ ഇങ്ങനെ റൂമിലിങ്ങനെ ഇരിക്കുമ്പോൾ അഭി അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. നീ എന്താ ഇത്ര ലേറ്റായത്, എന്തൊരു വൈകിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല, ഞാനിന്ന് പുറത്തുനിന്ന് ചുമ്മാ കറങ്ങാനൊക്കെ പോയി, പിന്നെ അച്ഛനെയും കണ്ടു എന്നൊക്കെ പറയണം. എടാ, നീ അച്ഛനെ കണ്ട കാര്യം അമ്മ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം കേട്ടോ. അയ്യോ, ഇപ്പോൾ ഒരു ചോദ്യം എന്നോട് കഴിഞ്ഞതേ ഉള്ളൂ, അതിനുള്ള തക്ക മറുപടിയും കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. എനിക്കാകെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിലാണ് നവ്യേ. അനഘ ആ റൂമിൽ കിടക്കും തോറും എനിക്കാകെ ടെൻഷനായി വരുന്നു. എന്ത് ചെയ്യാനാടാ, ഞാനൊക്കെ കുറേ പറഞ്ഞു നോക്കി, പക്ഷെ എൻ്റെ വാക്ക് ആരെങ്കിലും കേൾക്കോ? അനഘയെ ഇവിടെ പിടിച്ചു നിർത്താൻ തന്നെയാണ്, നമ്മളെ തകർക്കാൻ വേണ്ടിയല്ലേ അവർ നോക്കുന്നത്. നീ എന്തിനാടാ പേടിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നവ്യേ, അനഘയുടെ റൂം കുറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറ്റിയിട്ടിട്ടൊന്നുമില്ല. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വരാൻ നേരത്തെ ആർക്കെങ്കിലും ഓടി വരണമല്ലോ, അതുകൊണ്ട് റൂം കുറ്റിയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുറ്റിയിട്ടിട്ടില്ല എന്ന് പറയാണ്. എങ്കിലേ നമുക്കൊരു കാര്യം ചെയ്താലോ, അവളെ ഇന്നത്തോടെ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? നീ എന്ത് വേണമെങ്കിലും ചെയ്തോ അഭി, നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും കൂട്ടുണ്ട്, നിൻ്റെ ഏത് കാര്യത്തിനും ഞാൻ കൂട്ടുണ്ട്. നീ അനഘയെ അവസാനിപ്പിച്ചേര്, എന്നിട്ട് ആ നാണക്കേടൊന്ന് തീർത്തേക്കാം. ആദർശിൻ്റെ വിഴുപ്പാണല്ലോ നിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടി തന്നിരിക്കുന്നത്, ആ ഒരു വിഴുപ്പ് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം. നീ അങ്ങോട്ട് ചെയ്യ്. അപ്പോൾ ഞാനത് ചെയ്യാം അല്ലേ? അത് ചെയ്തേക്ക് എൻ്റെ അഭി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അഭി അവിടെ നിന്ന് പോകണം. അപ്പോൾ നവ്യാണെങ്കിൽ ആടാ പണി പറ്റിച്ച് തരടാ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അഭി പതിയെ എല്ലാവരുടെ ചുറ്റുപാടും നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉറങ്ങി എന്നുള്ളൊരു ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അഭി നേരെ പതിയെ ഈ അനഘയുടെ റൂം ലക്ഷ്യമാക്കി നടക്കുക. അനഘയുടെ റൂമിലേക്ക് കയറി ചെന്ന് അനഘയെ നോക്കിയതും അനഘ പേടിച്ചു പോയി. പക്ഷേ അപ്പോഴേക്കും ദാ വരുന്നടാ നമ്മുടെ നയനാണെങ്കിൽ അഭി, നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഒന്നുമില്ല ഏട്ടത്തി, ഞാൻ ചുമ്മാ ഇവിടെ നിന്നില്ല, ചുമ്മാ ഈ വഴി പോയതാ. നിങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. എടാ, കള്ളത്തരം പറയാൻ നിൽക്കരുത്. നീ ഞങ്ങളെല്ലാവരും ഉറങ്ങിയ സമയം നോക്കി ഈ അനഘയുടെ കഴുത്തരിച്ച് കൊല്ലാൻ വേണ്ടി വന്നവനല്ലേ എടാ നീ? ഇത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നത് ഏട്ടത്തി? ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഏട്ടത്തി പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ചുമ്മാ ഇതുവഴി ഇങ്ങനെ നടന്ന ഏട്ടത്തി, നിങ്ങളൊക്കെ ഉറങ്ങി നോക്കാൻ വേണ്ടി വന്നല്ലേ ഏട്ടത്തി? എടാ, ഇനി പരിസരത്ത് എങ്ങനെ നീ വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല, കയറിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് അഭിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും നയനയാണെങ്കിൽ കണ്ടോ, അവൻ വന്നത് കണ്ടോ? ഇതാണ് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട് അനഘേ, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ കൂട്ടിനും നിന്റെ സംരക്ഷണത്തിനും വേണ്ടി ഞങ്ങൾ എപ്പോഴും ചുറ്റുപാടുണ്ടായിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും നീ പേടിക്കേണ്ട അനഘേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അനഘയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അഭി നേരെ നവ്യയുടെ റൂമിലേക്ക് കയറിച്ചു. അപ്പോൾ നവ്യാണെങ്കിൽ ചിരിച്ച് പണ്ടാരടങ്ങി അങ്ങനെ ഇരിക്കുക. അപ്പോൾ അഭിയുടെ ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തു പറ്റി അഭി, എന്താ ഒന്നും നടന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അങ്ങടെ എല്ലാ ലക്ഷ്യമാക്കി അങ്ങോട്ട് ചെന്നതാ. ആ സമയത്ത് നിൻ്റെ ചേച്ചി ഇരിക്കും, നമ്മുടെ ശത്രു. അയ്യോ, ആരും എൻ്റെ അനിയത്തി നയനയോ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ, അവൾ എങ്ങനെ അവിടെ വന്നു? ഇത് മനസ്സിലാവുന്നില്ലല്ലോ അഭി, അതെങ്ങനെ
അവൾ അവിടെ അങ്ങനെ വന്നു. ഓ, നമ്മൾ എന്ത് കാര്യത്തിന് പുറപ്പെട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അബദ്ധങ്ങളാണല്ലോ സംഭവിക്കുന്നത് അബി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം പോകും, ആ കുഞ്ഞിനെയും എൻ്റെ തലയിലേക്കാക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതൊരിക്കലും നടക്കാൻ പാടില്ല അഭി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നവ്യാണെങ്കിലും അടാ, ഇനി നിനക്ക് പണി കിടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, നിനക്കിട്ട് തരും, ശരിക്കും തരും എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ കനകത്തിനെയും വേണുവിനെയാണ്, ഗോവിന്ദനെയാണ്. അപ്പോൾ കനകമാണെങ്കിൽ നേരെ ഗോവിന്ദനോട് ചെന്ന് പറയുകയാണ്, അതേ ഗോവിന്ദേട്ടാ, മുത്തശ്ശൻ വിളിച്ചായിരുന്നു അനന്തപുരിന്നേ, നന്ദുവിനെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണോ അത്രേ. അതിനിപ്പോൾ നന്ദുവിനെയും കൂടി അങ്ങോട്ട് ചെല്ലുന്നത് അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗോവിന്ദേട്ടാ. കാരണം കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അനന്തപുരിയിലേക്ക് നന്ദുവിനെയും കൂടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് അറിയാലോ. അതുകൊണ്ട് യാതൊരു കാരണവശാലും അങ്ങോട്ട് ചെല്ലാൻ നിൽക്കരുത്. പിന്നെ നവീൻ മോനായിട്ടുള്ള അതെ നമുക്ക് കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കണം. അപ്പം നന്ദു വരികണം. നന്ദു വന്നിട്ട് എന്താ അമ്മ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നിന്നെയായിട്ട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ എന്താ കുഴപ്പം എന്താണെന്നോ, എന്താണെന്ന് ഞാൻ കൂടുതൽ പറയണോ നന്ദു മോളെ? നിന്നെ ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നില്ല. നവീൻ്റെയും നിൻ്റെയും കല്യാണം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിന്നെ ഇനി അനന്തപുരിയിലേക്ക് വിടുകയുള്ളൂ. ഓ, അമ്മയ്ക്കപ്പം എന്നെ അത്രയ്ക്കും വിശ്വാസമില്ലേ? ഇല്ലടി, വിശ്വാസമില്ല നിന്നെ. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവീൻ്റെ കോൾ വരുന്നത്. അയ്യോ, നവീൻ മോനാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ കോൾ എടുക്കുകയാണ്. അതെ, പിന്നെ ആൻറ്റി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ആൻറ്റി വിളിച്ചത്. എന്നെ അനന്തപുരിയിൽ നിന്ന് മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉത്രാടത്തിൻ്റെ അന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. ആൻറ്റിയെ വിളിച്ചായിരുന്നു. ഇപ്പം മുത്തശ്ശൻ വിളിച്ച് വെച്ചേ ഉള്ളൂ, നന്ദുവിനായിട്ട് അങ്ങോട്ട് കൂടി ചെല്ലണമെന്ന്. എങ്കിലേ നന്ദുവിനെയും കൊണ്ട് അനന്തപുരിയിലേക്ക് വരണേ ഉത്രാടത്തിൻ്റെ അന്ന്. ഞാനും ഉണ്ടാകും അവിടെ, നമുക്കൊരുമിച്ച് കൂടാന്നേ. ഈ പ്രാവശ്യത്തെ ഓണം അവിടെ ആയിരിക്കട്ടെ ആൻറ്റി. സന്തോഷം മോനെ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്ന് തീർച്ചയായിട്ടും വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കണതേ. ഗോവിന്ദേട്ടാ പറഞ്ഞ കേട്ടോ, ഉത്രാടത്തിൻ്റെ അന്നേ നവീനും അനന്തപുരിയിലുണ്ടെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് നന്ദുവിനെയും കൊണ്ട് പോകണം. അപ്പോൾ ഇത് കേട്ട് നന്ദുവാണെങ്കില്ല, ഞാൻ വരുന്നില്ല. നീ വരുന്നില്ലെന്നോ? നിന്നെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അമ്പടി കേമി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നന്ദു കൂടെ കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും, അതേ ഗോവിന്ദേട്ടാ, ഈ ഒരു രീതിയിൽ നന്ദുവിനെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നന്ദുവിനെ ഉപദേശിച്ചും നന്ദുവിൻ്റെ മനസ്സ് തിരിച്ചും ഒക്കെ മുത്തശ്ശൻ അങ്ങോട്ട് പെരുമാറിക്കോളും. അപ്പോൾ നന്ദുവിൻ്റെ മനസ്സ് അങ്ങോട്ട് മാറിക്കോളൂന്നേ എന്നൊക്കെ പറയാം. ഇതേ സമയം തന്നെ നമ്മുടെ അനന്തപുരിയിൽ മുത്തശ്ശനെ കാണിക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഉത്രാടം നമുക്ക് അടിച്ച് പൊളിക്കണം, എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, ചില തീരുമാനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുമുണ്ട് എന്നൊക്കെ മുത്തശ്ശനും പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.